ഞാൻ എന്താ കുടിക്കണതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. കാണാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഉണ്ട്, ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ ഒരു റീല് ഒരു വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഡ്രിങ്കാണ് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക്, ABC ജ്യൂസ് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ABC ജ്യൂസിൽ ആപ്പിൾ, ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റാണ് ആഡ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതിലൊരു എക്സ്ട്രാ 2-3 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക് കേട്ടോ, അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കി വെക്കാം. ക്യാരറ്റ് വേണം, നെല്ലിക്ക വേണം, ആപ്പിൾ വേണം, ബീട്രൂട്ട് വേണം, അനാർ വേണം, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം കേട്ടോ. നമ്മൾ സാധാരണ ABC ജ്യൂസിൽ പൊമിഗ്രാനൈറ്റൊന്നും ചേർക്കില്ല, പക്ഷേ നമുക്ക് അതും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം, വളരെ സ്വല്പം വെള്ളത്തിൽ വെച്ച് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം ഒരു സ്ട്രൈനർ വെച്ചിട്ട് ഇതേ സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ആ ഒരു ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കും. ശേഷം ഇതുപോലെ ബോട്ടിലുകളായിട്ട് നിറച്ച് വെക്കും കേട്ടോ. ഒരു 7 ദിവസത്തിന് ബോട്ടിലായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ 7 ദിവസത്തിനുള്ളത് ഇതാക്കി വെച്ചാൽ നമുക്ക് എടുക്കാൻ കുടിക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതേ നല്ല ഭംഗിയായിട്ട് ഞാനിതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിത് രാവിലെ വെറും വയറ്റിൽ അങ്ങനെയൊന്നുമല്ല, ഇടനേരങ്ങളിൽ എപ്പോഴെങ്കിലും ആയിട്ടാണ് ഇതേപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാറുള്ളൂ കേട്ടോ. ഡെയിലി കുടിക്കാറുണ്ടോ ചോദിച്ചാൽ ഡെയിലി കുടിക്കും, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് ടേസ്റ്റ്. ഒരു ബീട്രൂട്ടിൻ്റെയും നമ്മുടെ അനാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട്, നെല്ലിക്കടൊക്കെ. അപ്പോൾ ഇത് ഡെയിലി കുടിക്കാൻ പാടൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിക്കണ്ട എന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡ്രിങ്ക് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കാൻ പാടില്ല എന്നാണ് പറയുക. കുറച്ച് കുടിച്ചിട്ട് ഒരു 1 വീക്കോ 2 വീക്കോ ഒക്കെ കുടിച്ചിട്ട് ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ്ട് നമ്മൾ ഡെയിലി ആയിട്ട് കുടിക്കണ്ട എന്നാണ് അഭിപ്രായം. പക്ഷെ ഒരു കുറച്ച് ദിവസം കുടിച്ചിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, അടിപൊളി ഡ്രിങ്കാണ്, നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുക. ഞാനിത് രാവിലെ വെറും വയറ്റൊന്നും അല്ലാട്ടോ കുടിക്കുക, എനിക്കിഷ്ടത്തിൻ്റെ ടേസ്റ്റ്. കാലത്ത് ഞാൻ വെറും വയറ്റിൽ കുടിക്കാറില്ല. ഞാനിത് കുടിക്കുന്ന ടൈമിംഗ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഈ ഒരു ഡ്രിങ്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാറുള്ളത്. ഞാനൊരു 2 വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കും, പിന്നെ ഒരു 1 വീക്ക് ഒക്കെ ഒരു ബ്രേക്ക് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിട്ട് ഒരു 3-4 ദിവസം ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ ഒരാഴ്ച ബ്രേക്ക് എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറ്. ചിലപ്പോൾ 2 ആഴ്ച ബ്രേക്ക് എടുക്കും. അങ്ങനെയൊക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രിങ്ക് എടുക്കരുത്. പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഏതൊക്കെ ഫുഡാണ് പറ്റാത്തത് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡ്രിങ്ക് എടുത്ത് കുടിക്കുക. ഇപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കരുത് പറയും, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി സംഭവമാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.